ശകടാസുരവധം. 10 ദിവസം വരെ പ്രായമുള്ള ശിശുക്കളെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടവരിൽ അമിത ബലഗാത്രിയും ഭീമരൂപിണിയുമായിരുന്ന പൂതന എന്ന രാക്ഷസി അമ്പാടിയിലെ ഒരു ബാലപൈതലിന്റെ മുലകുടി മൂലം മൃത്യുവടഞ്ഞതായി കംസൻ ഗ്രഹിച്ചു. ഒരു വേള ആ കുട്ടി തന്നെയായിരിക്കുമോ തന്റെ ഘാതകനായി ജനിച്ചിട്ടുള്ളവൻ? അങ്ങനെയൊരു സംശയം ഭോജരാജന്റെ ഉള്ളിൽ രൂഢമൂലമായി പതിഞ്ഞു. ഇനി പ്രായമൊന്നും നോക്കേണ്ട, ഏതുവിധവും ആ ബാലനെ വധിച്ച് ആ ശല്യം അവസാനിപ്പിക്കണമെന്ന് സേവകന്മാരായ എല്ലാ അസുരന്മാരോടും അവൻ രഹസ്യമായി നിർദ്ദേശിച്ചു. പരിശുദ്ധിയുടെ പ്രതീകമായ പശുക്കളെ പാലനം ചെയ്തു ജീവിക്കുന്ന ഗോപന്മാരെ കാരണമൊന്നും കൂടാതെ വധിക്കുന്നത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണെന്ന് ഒരു വിശ്വാസം ആ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗോപാല ബാലനെ മായാവികളെ കൊണ്ടു രഹസ്യമായി കൊല്ലിക്കണമെന്ന് കംസൻ നിശ്ചയിച്ചത്. അതനുസരിച്ച് രാജപ്രീതിക്കു വേണ്ടി ശകടൻ എന്ന ഒരു അസുരൻ ഇതിനായി ഒരുമ്പെട്ടു. ആ ദൈത്യാധമൻ അതിനുവേണ്ടി തക്ക സമയവും പാർത്ത് നന്ദഗൃഹത്തിൽ വന്ന് അദൃശ്യനായി ഒളിഞ്ഞു നിന്നു. അന്ന് ഉണ്ണിയുടെ 3-ാം മാസത്തെ പക്ക പിറന്നാൾ ദിവസമാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമി ദിവസം. കൊച്ചുകുഞ്ഞുങ്ങൾ കമഴ്ന്നു വീഴാൻ തുടങ്ങുന്ന സമയം. ആ സന്തോഷ വാർത്ത ബന്ധുമിത്രാദികളെയും സ്വന്തക്കാരെയും അറിയിക്കുവാൻ വേണ്ടി അവരെ ക്ഷണിച്ചു വരുത്തി സദ്യ നൽകുന്ന പതിവ് വ്രജവാസികളുടെ ഇടയിൽ ആ കാലത്തുണ്ടായിരുന്നു. അതിന് വാതിൽ പുറപ്പാട് എന്നായിരുന്നു പേര്. തന്റെ ആരോമലുണ്ണിയും കമഴ്ന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് വ്രജനായകനായ നന്ദനും ആ ചടങ്ങ് കുഞ്ഞിന്റെ 3-ാമത്തെ പക്ക പിറന്നാൾ ദിവസമായ അന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. സദ്യയ്ക്കും പാട്ടിനും വേണ്ട ഏർപ്പാടുകളും ചെയ്തു. രാവിലെ തന്നെ ഗായകരും മേളക്കാരും വന്ന് അവരുടെ വിദ്യകൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ബാലപീഡകൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി തുടിപ്പാട്ടുകളും ഭദ്രകാളി സ്തുതിപ്പുകളും കോലം കെട്ടി പാട്ടുകളും വേറൊരു കൂട്ടരും പാടിക്കൊണ്ടിരുന്നു. കർമ്മികളായ ഉത്തമ ബ്രാഹ്മണ സത്തമന്മാർ വന്ന് കുഞ്ഞിന് ബാധോപദ്രവാദി ദോഷങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഹോമങ്ങളും പൂജകളും നടത്തി. അങ്ങനെ പല ചടങ്ങുകളും അവിടെ നടക്കുകയാണ്. ഈ സമയമൊക്കെയും യശോദ പൈതലിനെയും മടിയിൽ കിടത്തിക്കൊണ്ട് പുറത്തു വന്നിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ ആദ്യം പുറത്തിറക്കുന്ന ദിവസമായതുകൊണ്ട് ഹോമപൂജാദികളും പാട്ടുകളും കോലം തുള്ളലുകളും നടക്കുമ്പോൾ കുറച്ചുനേരം കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരും കാണെ മാതാവ് പുറത്തു വന്നിരിക്കണമെന്നുള്ളതാണ് വാതിൽ പുറപ്പാടിന്റെ ഒരു പ്രധാന ചടങ്ങ്. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയുടെ മടിയിൽ കിടന്ന് കുഞ്ഞ് തളർന്നുറങ്ങിപ്പോയി. കർമ്മികൾക്ക് ദക്ഷിണ മുതലായത് കൊടുത്തതിനു ശേഷം യശോദ കുഞ്ഞുമകനെ എടുത്തു. ബഹളമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നു കിടത്തി. 3-4 ഗോപബാലന്മാരെ കാവലിനും ഇരുത്തി. അനന്തരം അവൾ അതിഥികൾക്ക് വേണ്ട സൽക്കാരങ്ങൾ നൽകുവാനുള്ള ബദ്ധപ്പാടിൽ വ്യാപൃതയായി. വ്രജത്തിലുള്ള സർവ്വ സ്ത്രീ പുരുഷന്മാരും അന്ന് അവിടെ ആഗതരായിട്ടുണ്ട്. തന്റെ ഓമൽ പൈതലിന്റെ വാതിൽ പുറപ്പാട് അടിയന്തരാഘോഷങ്ങളിൽ അവർ പങ്കുകൊള്ളുമ്പോൾ അവരെ വേണ്ടവണ്ണം സൽക്കരിക്കേണ്ടത് മാതാവായ അവളുടെ ചുമതലയാണല്ലോ. ആ സമയം മറഞ്ഞിരുന്ന ശകടാസുരൻ ഇതുതന്നെയാണ് തക്ക അവസരമെന്ന് മനസ്സിൽ കണ്ടു. എല്ലാവരും സദ്യയിലും സൽക്കാരങ്ങളിലും ബദ്ധശ്രദ്ധരായിരിക്കെയാണ് എങ്ങനെയാണ് തന്റെ ഉദ്ദേശം നിർവഹിക്കേണ്ടതെന്ന് അവൻ ആലോചിച്ചു. കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതിനടുത്ത് ഒരു വലിയ ഭാരമേറിയ വണ്ടിച്ചക്രം ചാരി വെച്ചിരുന്നു. ആ കാലത്ത് ഗോപവാടത്തിലുള്ള പ്രമാണികൾക്കെല്ലാം വണ്ടികൾ അഥവാ ചാടുകൾ ഉണ്ടായിരുന്നു. അവിടെ ചാരിവെക്കപ്പെട്ടിരുന്നത് നന്ദഗോപന്റെ തന്നെ ഒരു വണ്ടിയുടെ ചക്രമായിരുന്നു. ആ അസുരൻ തന്റെ മായാശക്തിയാൽ ആ ശകടത്തിൽ പ്രവേശിച്ച് ശകടാസുരൻ എന്ന നാമം അന്വർത്ഥമാക്കി ശകടം ഝടിതിയിൽ തന്നെത്താൽ മേൽപോട്ടുയർന്ന് മുകിൽ വർണ്ണൻ കിടക്കുന്നതിന്റെ മുകളിലെത്തി വട്ടം കറങ്ങി കുഞ്ഞിന്റെ ശരീരത്തിൽ പതിക്കത്തക്കവണ്ണം അതിശക്തിയായി കുത്തനെ കീഴോട്ടു വീണു. പക്ഷേ ആകട്ടക്കിടാവിന്റെ പൂവുടലിൽ പതിക്കുന്നതിന് മുമ്പ് അതു ഞെട്ടിയുണർന്ന് കണ്ണുകൾ തുറന്ന് പിഞ്ചിളം പൊൽപാദങ്ങൾ കുടഞ്ഞു രോദനം ചെയ്തു. ആ കുടച്ചിലിൽ സകലേശ്വരനായ ശിശുവിന്റെ പാദപ്രഹരമേറ്റ് ആ ശകടം അതിന്റെ അച്ചുതണ്ടോടുകൂടി തകർന്നു പൊടിഞ്ഞ് കടുകുമണി പ്രായത്തിൽ ചിന്നിച്ചിതറി നിലം പതിച്ചു. ശകടം മറിഞ്ഞു വീണ ശബ്ദവും കുഞ്ഞിന്റെ കരച്ചിലും കേട്ട് സംഭ്രമത്തോടെ സൽക്കാര സ്ഥലത്തുനിന്നും യശോദയും ഗോപസ്ത്രീകളും ഓടി വന്നു. രോഹിണിയെ അവിടെ നിർത്തി. അവർ വന്നു നോക്കിയപ്പോൾ ഒന്നുമറിയാത്ത മട്ടിൽ മണിവർണ്ണൻ മയങ്ങിക്കിടക്കുകയാണ്. അടുത്തു കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ചോദിച്ചപ്പോൾ ശകടം പെട്ടെന്ന് മേൽപോട്ടുയർന്ന് കറങ്ങി ഉണ്ണിയുടെ ദേഹത്തു വീഴാൻ ഭാവിച്ചുവെന്നും ഉണ്ണി കാലുകുടഞ്ഞ് അതിനെ തകർത്തു കളഞ്ഞുവെന്നും അവർ പറഞ്ഞു.
അതുകേട്ട് വിസ്മയ വിവശതയോടെ യശോദ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ചുകൊണ്ട് പൂവൽമേനിയിൽ വല്ല മുറിവുകളും പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോഴത്തേക്ക് നന്ദഗോപനും രോഹിണിയും ഗോപികാ ഗോപന്മാരും ബന്ധുജനങ്ങളുമെല്ലാം ഓടിയണച്ച് അവിടെ എത്തി. ആളാം പ്രതി അളിച്ചാർത്തു വർണ്ണനെ വാരിയെടുത്ത് ചുംബിച്ചു. രോഹിണിയുടെ എളിയിൽ ഇരുന്നിരുന്ന അവളുടെ ഓമന മകനും അനുജനെ ഇമ വീഴ്ത്താതെ നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. വിഷ്ണുമായയുടെ വൈഭവത്താൽ അവർ തമ്മിലുള്ള ബന്ധമെന്താണെന്നും അവർ ആരാണെന്നും ആർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവമേ, ഈ ബ്രഹ്മാണ്ടച്ചാട് എൻ്റെ കൺമണിയുടെ മേത്തു വീണിരുന്നെങ്കിൽ അയ്യോ, പിന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു എന്നു പറഞ്ഞു നന്ദൻ കുഞ്ഞിനെ വാങ്ങി ചുംബിച്ചുകൊണ്ട് ദീർഘനിശ്വാസങ്ങൾ വിട്ടു. നന്ദന്റെ ഭൃത്യന്മാർ വന്ന് തകർന്ന ചാടിന്റെ പൊടിക്കഷണങ്ങളെല്ലാം അടിച്ചു കൂട്ടിവാരി പുറത്തു കൊണ്ടുപോയി തൊഴുത്തിനടുത്തുണ്ടായിരുന്ന അഗ്നികുണ്ഡത്തിലിട്ടു കത്തിച്ചു കളഞ്ഞു. ഒരുപാട് ഉഴിച്ചിലും ഹോമങ്ങളും വഴിപാടുകളുമൊക്കെ കഴിച്ചിട്ടും നമ്മുടെ കുഞ്ഞിന്റെ ബാലപീഡയും പ്രേതോപദ്രവും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അടിക്കടി ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് യശോദ പറഞ്ഞപ്പോൾ അതു ശരിയാണെന്ന് ശുദ്ധാത്മാവായ നന്ദഗോപർക്കും തോന്നിയതിനാൽ അതിനു പ്രതിവിധിയായി പല ഹോമങ്ങളും പൂജകളും മന്ത്രവാദങ്ങളും അദ്ദേഹം പിന്നെയും നടത്തിച്ചു. സ്ഥലരക്ഷയ്ക്കുള്ള തകിടുകളും എഴുതിച്ചു ഗൃഹത്തിന്റെ 4 മൂലകളിലും സ്ഥാപിച്ചു. ചാട് തകർന്നതോടുകൂടി അതിൽ അന്തർഭവിച്ചിരുന്ന മായാവിയായ അസുരനും തകർന്ന് പൊടി പോലെയായി പോകുകയും അത് പിന്നീട് ദഗ്ധമാക്കുകയും ചെയ്തതിനാൽ അവന്റെ ഭീമാകാരമായ ജഡം ആർക്കും കാണാൻ കഴിഞ്ഞതുമില്ല.